ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ പായസമൊക്കെ ഉണ്ടാക്കി കഴിച്ച് കാണും, പക്ഷേ ഇതുപോലുള്ളൊരു പലഹാരം ഉണ്ടാക്കി കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം. വരൂ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ളൊരു കുറച്ച് ചവ്വരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 3/4 കപ്പ് ചവ്വരി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് 20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെള്ളം ഒഴിച്ച് 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ എന്താ നിറയെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ചവ്വരി ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നതിനിടയ്ക്ക് നമുക്ക് ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ളൊരു ഐറ്റം നമുക്ക് തയ്യാറാക്കിയെടുക്കണം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതാ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു. നെയ്യ് നന്നായിട്ട് ചൂടാകുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു പഴം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണേ. ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് പഴം ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. പഴം ഒന്ന് 2-3 മിനിറ്റ് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ പഴം ഒരു വിധം വഴന്ന് വന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണമേ. അപ്പോൾ ഒരു 3/4 കപ്പ് ചെറിയ തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആ തേങ്ങയുടെ ആ പച്ച ഈർപ്പമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ഏത്തപ്പഴവും തേങ്ങയും കൂടി ചേർത്ത് ഇളക്കി കൊടുത്തപ്പോൾ നന്നായിട്ടൊന്ന് ആ തേങ്ങയുടെയൊക്കെ ഈർപ്പമൊന്ന് മാറിയിട്ട് പഴവും തേങ്ങയായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പിന്നെ ഇത് തണുക്കുന്നതിന് വേണ്ടി ഈ കൂട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇതിനിടയ്ക്ക് നമ്മുടെ ചവ്വരി ഇവിടെ സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞതിന് ശേഷം 2 വെള്ളം ഒന്നും കൂടി ഒന്ന് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് ആ വെള്ളം ആദ്യം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ആ ചവ്വരി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പകുതിയോളം വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് ചവ്വരി ഇട്ട് കൊടുത്തതിന് ശേഷം 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് ഇതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അടിയിലൊട്ടി പിടിക്കും. അപ്പോൾ അതാ നമ്മുടെ ചവ്വരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കണമേ. പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മളിത് സാധാരണ കാരണം ഇത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുത്തതാകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതാ നമ്മുടെ ചവ്വരി ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം 2 വെള്ളം നോർമൽ വാട്ടറിലും കൂടി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചതുപോലെ ആയി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് കളഞ്ഞിട്ട് ഈ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം 2 വെള്ളം നോർമൽ വാട്ടറിലൊന്ന് കഴുകി ഊറ്റിയെടുക്കാം. അപ്പോൾ അതുപോലെ ഞാൻ വെള്ളം കളഞ്ഞതിന് ശേഷം വാട്ടറിൽ കഴുകിയെടുത്തതാണേ. ഇപ്പോൾ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പ് വറുത്ത അരിപ്പൊടി, നമ്മുടെ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 3/4 കപ്പിൻ്റെ പകുതി റവയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് തികച്ചില്ല കേട്ടോ. ഈ റവ വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും കുഴപ്പമില്ലേ. അപ്പോൾ റവയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരുന്ന പഴമില്ലേ, പഴവും തേങ്ങയും, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചവ്വരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ അത് ആ ചവ്വരിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തത് ഒരു 250 ഗ്രാം ശർക്കര ഒന്ന് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നോക്കാം. മൊത്തത്തിൽ അങ്ങ് അത്രയും കൂടി ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ആദ്യം. ചിലപ്പോൾ വെള്ളം കൂടിപ്പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് എടുത്തിട്ട് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാ മിക്സ് ചെയ്തെടുത്തപ്പോൾ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ശർക്കരപ്പാവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് അത്രയും ശർക്കരയും ഞാൻ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ ശർക്കര എടുത്ത ബൗളിൽ തന്നെ കുറച്ച് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ആദ്യം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടി മിക്സാക്കി എടുക്കാം. അപ്പോൾ അത് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തപ്പോൾ നമ്മുടെ മിക്സിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഇരിക്കട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അടപ്പൊന്ന് മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ആ റവയൊക്കെ ഒന്ന് കുതിർന്ന് വന്ന് ഇത്തിരി കൂടി ഒന്ന് കട്ടിയായിട്ടുണ്ടേ. നമുക്ക് ഇത്രയും കട്ടി ആവശ്യമില്ല. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസാക്കണം. വളരെ ലൂസുമല്ല എന്നാൽ വളരെയധികം തിക്കും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1/4 കപ്പ് ഭാഗം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ അത് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഞാനൊന്ന് ഇളക്കി നോക്കിയപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇതുപോലെ ഇരിക്കണം നമ്മുടെ ബാറ്റർ. ഇനി നമ്മുടെ പലഹാരം തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് ബൗളുകൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബൗളുകൾ ഇല്ലെങ്കിൽ പേപ്പർ ഗ്ലാസ്സിൽ വേണമെങ്കിൽ നമുക്കിത് ഒഴിച്ച് തയ്യാറാക്കിയെടുക്കാവേ. അപ്പോൾ ഒരു 6 ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് വാഴയില ഒന്ന് ഇതിലേക്ക് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വാഴയില വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനിതൊരു ഫ്ലേവറിന് വേണ്ടി ഇത് വയ്ക്കുന്നതേ ഉള്ളൂ. വാഴയില ഇല്ലാതെയും നിങ്ങൾക്ക് നേരെ ബൗളിലേക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് പലഹാരം വേവിച്ചെടുക്കാവേ. അപ്പോൾ ഞാൻ എല്ലാത്തിലും വാഴയില വെച്ച് കൊടുത്തു. വാഴയില വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തയ്യാറാക്കിയ ബാറ്ററിൽ നിന്നും കുറേശ്ശെ കോരി ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. ഒരു 1/4 ഭാഗം വരെ നിറച്ച് കൊടുത്താൽ മതിയാവേ. അപ്പോൾ അതാ നമ്മുടെ ബാറ്ററിൽ നിന്നും കുറേശ്ശെ കോരി ഞാൻ എല്ലാ ബൗളിലേക്കും ഒഴിച്ച് കൊടുത്തു. ഇനി ചെറുതായിട്ടൊന്ന് ടാപ്പും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഞാൻ ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്ത് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റീമർ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് വെള്ളവും വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെള്ളം തിളച്ച് നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബൗളുകൾ ഓരോന്നും ഇതിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ബൗളുകൾ മൊത്തം ഞാൻ ഇറക്കി വെച്ച് കൊടുത്തു. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരം ഒരു കുക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ 20 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തു. അപ്പോൾ അതാ നമ്മുടെ പലഹാരം നന്നായിട്ട് വെന്തിട്ടുണ്ടേ. ഞാൻ ഫ്ലെയിം ഓഫാക്കി. അപ്പോൾ തന്നെ നമ്മുടെ പലഹാരം വാഴയില വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരു സൈഡൊക്കെ ഒന്ന് വിട്ടു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ തണുക്കുന്നതിന് വേണ്ടി ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ തയ്യാറായി. ഇത് നമുക്ക്
ഒന്ന് മറിച്ച് കൊടുക്കുകയേ വേണ്ടൂ. അപ്പോൾ തന്നെ ഇളകി വരും. ഇനി നമുക്ക് ഈ ഇല നമുക്കിതിൽ നിന്നും ഒന്ന് നീക്കം ചെയ്യാവേ. അപ്പോൾ ഇതാ ബൗളിൽ നിന്ന് എടുത്ത പലഹാരത്തിൻ്റെ വാഴയില ഞാൻ നീക്കം ചെയ്തു. നോക്കിയേ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. ഒരിക്കൽ നമ്മൾ ഇത് തയ്യാറാക്കി കഴിച്ചാൽ പിന്നെയും നമ്മൾ ഇത് തയ്യാറാക്കി കഴിക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഹൈപ്പ് ചെയ്യാനും, പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഈ പലഹാരത്തിൽ നിന്ന് ഒന്നെടുത്ത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നോക്കിയേ, ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. എന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.